എടി ഇന്ന് കലോത്സവത്തിനുള്ള ഹൗസ് തിരികൂടി. നമ്മൾ രണ്ടുപേരും ഒരേ ഹൗസിലായാൽ മതിയായിരുന്നല്ലേടി? അതെ, നമുക്ക് ഗ്രീൻ ഹൗസ് കിട്ടിയാൽ മതിയായിരുന്നു. വേണ്ട, ബ്ലൂ മതി. ബ്ലൂ ആ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജയിച്ചത്. പക്ഷെ ഇപ്രാവശ്യം ഗ്രീൻ ജയിക്കൂടി. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നത്. സൈലൻസ് പ്ലീസ്. ഇപ്പൊ കലോത്സവത്തിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് തിരിക്കാൻ പോവാണ് കേട്ടോ. ലൂസി റെഡ് ഹൗസ്, കണ്ണാബി ബ്ലൂ ഹൗസ്, മിക്കി ഗ്രീൻ ഹൗസ്, ബിജിൻ ബ്ലൂ ഹൗസ്, പിങ്കി യെല്ലോ ഹൗസ്, അമൃത യെല്ലോ ഹൗസ്, നീതുമോൾ യെല്ലോ ഹൗസ്. എടി പിങ്കി നമ്മുടെ യെല്ലോ ഹൗസിലാ. യെല്ലോ ഇപ്രാവശ്യം ജയിക്കൂടി ഉറപ്പാ. എടി പിങ്കി നമ്മൾ മൂന്നാളെ യെല്ലോ ഹൗസിലാടി. ഓ, നിങ്ങൾ രണ്ടുപേരും ഏത് ഹൗസിലായാലും ഒരു കാര്യമില്ല. രണ്ടാള് സ്പോർട്സിലും പങ്കെടുക്കത്തില്ല, കലോത്സവത്തിലും പങ്കെടുക്കത്തില്ല. പിന്നെന്തിനാ? അത് നമ്മളെ കളിയാക്കിയതല്ലേടി. പറയുന്ന കേട്ടതൊന്നും ഇവള് കുച്ചിപ്പിടിക്കണ്ടെന്ന്. കലാമത്സരത്തിന് പോകുന്നതിന് ഇവക്ക് ഇത്ര ജാടാ. പിന്നല്ല. നമുക്ക് ഈ പ്രാവശ്യം കുറെ മത്സരത്തിന് പങ്കെടുക്കണോടി. എന്നിട്ട് എ ഗ്രേഡ് വാങ്ങിക്കണം. നടക്കുന്ന കാര്യം വല്ലതും പറയടി. എന്നാ പിന്നെ ഇവളുള്ള യെല്ലോ ഹൗസ് പൊട്ടി പാളീസാവട്ടെ. അങ്ങനെ വല്ലതും പറ. നമ്മൾ പുറമെ യെല്ലോ ഹൗസ് ആണെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ബ്ലൂ ഹൗസ് ആകട്ടോ. പിന്നല്ല, ബ്ലൂ ഹൗസ് ജയ്.